നമുക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി അതിഥികളും കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ വിളയിൽ, നമുക്കറിയാം MM മണിയുടെ പ്രാദേശിക ശൈലി എന്നുള്ള വ്യാഖ്യാനത്തിന്റെ പുറത്ത് സഭ്യമല്ലാത്ത രീതിയിൽ പെരുമാറുന്നത് ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ പ്രാദേശിക ശൈലി എന്ന് പറയുമ്പോഴും ഇത്തവണ MM മണി അയ്യപ്പനെ അവഹേളിക്കുന്ന ഒരു നിലപാടിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് MM മണിക്ക് താക്കീതൊന്നും വരില്ല എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ്. സർക്കാരിന്റെ നിലപാടും ഈ വിഷയത്തിൽ മറ്റൊന്നുമാകില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ നിലവിൽ ഈ ഹൈന്ദവ വിശ്വാസികളെയും അയ്യപ്പനെയും ഒക്കെ അവഹേളിക്കുന്ന തരത്തിൽ MM മണി സംസാരിക്കണമെങ്കിൽ അത് നമുക്കറിയാം ഇപ്പോൾ നിലവിലുള്ള ഒരു സർക്കാരിൻ്റെ നയമാണ്, അവരുടെ ഇരട്ടത്താപ്പാണ് എന്നുള്ളത് വ്യക്തമാകുകയല്ലേ. ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇപ്പോൾ U-ടേൺ അടിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രഹസനമാണെന്നിരിക്കെ നിലപാടിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഹൈന്ദവ വിശ്വാസികളെ അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആ ഒരു ഇരട്ടത്താപ്പ് തുടർ നടപടി തന്നെയാണ് ഇപ്പോഴും ഈ ജനപ്രതിനിധികളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമല്ലേ MM മണിയുടെ ഈ വാക്കുകൾ, അയ്യപ്പനെ അവഹേളിക്കുന്ന ഈ വാക്കുകൾ? അദ്ദേഹം പറഞ്ഞ ആ പ്രയോഗം യഥാർത്ഥത്തിൽ അത് ആപ്ലിക്കബിൾ ആയ വ്യക്തി MM മണി തന്നെയാണ്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ രീതിയിലാണ് അദ്ദേഹം ഉണ്ടായതെന്നേ നമുക്ക് കരുതാൻ സാധിക്കുകയുള്ളൂ. CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും CPM നേതാക്കന്മാർ അയ്യപ്പസ്വാമിയെ നിരന്തരമായി കളിയാക്കുകയാണ്. സ്വരാജ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അയ്യപ്പന്റെ വിവാഹം നടത്തി കൊടുക്കുന്നതിനെ പറ്റി നടത്തിയ പ്രസംഗം നമുക്കറിയാം. ഇന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നിൽക്കുന്ന അല്ലെ പുറത്തു പോയ G സുധാകരൻ പറഞ്ഞത് നമുക്കറിയാം, ശ്രീമതി ടീച്ചർ പറഞ്ഞത് നമുക്കറിയാം. അതുകൊണ്ട് CPM-ന്റെ അടിസ്ഥാനപരമായ നയമാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ കയറൂരി വിട്ടുകൊണ്ട് ഹിന്ദുത്വത്തെ അവഹേളിക്കുക എന്നുള്ളത്. മണിയെ സംബന്ധിച്ചിടത്തോളം വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. യാതൊരു വിധമായ സംസ്കാരവും തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. ആരെ പറ്റി എന്തും പറയാം. എനിക്കെതിരെ പാർട്ടിയേക്കാൾ വലുതാണ് ഞാൻ, എനിക്കെതിരെ പാർട്ടി യാതൊരു വിധമായ നടപടികളും സ്വീകരിക്കില്ല, ഈ ഒരു മനോഭാവത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ സംസാരം. ഇത് കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ ഇടുക്കി മേഖലയിലെ അദ്ദേഹത്തിന്റെ സംസാര ശൈലിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടി അതിനെ ലഘൂകരിക്കുകയാണ്. ആ ലഘൂകരിക്കുന്നത് വിനാശകാലെ വിപരീത ബുദ്ധി. ഈ തെരഞ്ഞെടുപ്പിലെ ശക്തമായ തിരിച്ചടി പാർട്ടി അയ്യപ്പസ്വാമിയെ കൊണ്ട് നേടും, അല്ലെ അയ്യപ്പസ്വാമി വഴി കിട്ടുമെന്നുള്ളത് സത്യമായൊരു വസ്തുതയാണ്. അതുകൊണ്ട് മണി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ അവഹേളനം തുടരുക തന്നെ ചെയ്യും. സ്വരാജ് ആയിക്കൊള്ളട്ടെ, ശ്രീമതി ടീച്ചർ ആയിക്കൊള്ളട്ടെ, സുധാകരൻ ആയിക്കൊള്ളട്ടെ, MM മണി ആയിക്കൊള്ളട്ടെ, എല്ലാവർക്കും പാർട്ടി അയ്യപ്പനെ അവഹേളിക്കാനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കൃത്യമായി ആപ്ലിക്കബിൾ ആകുന്ന വ്യക്തി MM മണി തന്നെയാണ്. അദ്ദേഹം എങ്ങനെയാണ് ജനിച്ചത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൂടി പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള തോന്നിയവാസങ്ങൾ വരുന്നത്. സമൂഹം ഇതിനെ കാത്തിരിക്കുകയാണ്. തെറിക്കുത്തരം മുറിപ്പത്തൽ, മണി ഉൾപ്പെടെയുള്ള ആൾക്കാരെ സമൂഹം മുറിപ്പത്തൽ വെട്ടി അടിക്കുന്ന ഒരു കാലഘട്ടം വരും. അത് ഈ തെരഞ്ഞെടുപ്പിൽ ബാലറ്റിന്റെ രൂപത്തിലായിരിക്കും അത് കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവരുടെ നയം U-ടേൺ എന്നൊക്കെ പറയുന്നതൊന്നും യാതൊരു വിധമായിട്ടുള്ള ധാർമ്മികതയുള്ള കാര്യമല്ല. ഇവരുടെ അടിസ്ഥാന പ്രമാണം അയ്യപ്പസ്വാമിയെ നശിപ്പിക്കുക, അയ്യപ്പസ്വാമിയെ അവഹേളിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല ശ്രീ അനിൽ വിളയിൽ, ഇപ്പോൾ MM മണി മാത്രമല്ല, അയ്യപ്പനെ അവഹേളിച്ചുകൊണ്ട് CPM-ന്റെ ധാരാളം നേതാക്കൾ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ MM മണിയെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക ഭാഷാ ശൈലി എന്നൊക്കെയുള്ള ചില ലൈസൻസുകൾ അനുവദിച്ചുകൊണ്ട് എന്ത് തരത്തിലുള്ള സഭ്യമല്ലാത്ത രീതിയിലുള്ള ഏത് തരത്തിലുള്ള വിടുവായത്തരവും പറയാനുള്ള ഒരു അനുമതി നൽകിയിരിക്കുകയാണ്. അതൊരു മറ മാത്രമാണല്ലേ? കാരണം ഇപ്പോൾ വളരെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു IAS അല്ലെങ്കിൽ കളക്ടറെ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്നു. തങ്ങളുടെ തൊഴിലിടങ്ങളിലെ അവകാശത്തിനായി പോരാടുന്ന സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളെ അവഹേളിക്കുന്നു. അതിൽ നിന്നൊക്കെ തുടങ്ങി ഹൈന്ദവ വിശ്വാസികളെ അവഹേളിക്കുന്നു. അങ്ങനെ എത്തി നിൽക്കുകയാണ് ഈ പ്രാദേശിക ഭാഷാ ശൈലി. അപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു, ഇതെപ്പോഴും ഹൈന്ദവരോടാണ് ഇത്തരത്തിലുള്ള ഈ നെറികേടുകളൊക്കെ കാണിക്കുന്നത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതല്ലേ? തീർച്ചയായിട്ടും വയസ്സ് ചെല്ലുമ്പോൾ സാധാരണ കുറെ ആൾക്കാർക്കൊക്കെ ചില തരത്തിലുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടാവുക എന്ന് പറയാറുണ്ട്. അത് മണിയെ സംബന്ധിച്ചിടത്തോളം പ്രായമായപ്പോഴല്ല, അദ്ദേഹം ഓർമ്മ വെച്ച നാൾ ഇത്തരത്തിലുള്ള ഫ്രസ്ട്രേഷനാണ്. അദ്ദേഹത്തിന് ഒരു മാനസിക രോഗ ചികിത്സയ്ക്ക് CPM വിധേയനാക്കണം, അല്ലെങ്കിൽ നാട്ടുകാർ പിടിച്ചുകെട്ടി അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് അദ്ദേഹത്തിന് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത്തരത്തിലുള്ള തോന്നിയവാസങ്ങളാണ് അയാൾ വിളിച്ചു പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താൻ എന്തോ വലിയ സംഭവമാണ്, ഇടുക്കി മേഖലയിൽ ഞാനാണ് കിരീടം വെക്കാത്ത രാജാവ്,
രാജാവ്, CPM എനിക്ക് താഴെ മാത്രമേ ഉള്ളൂ, ചുമന്ന കൊടിക്ക് താഴെയല്ല എന്റെ സ്ഥാനം, ചുമന്ന കൊടിയുടെ മുകളിലാണ് എന്റെ സ്ഥാനം എന്ന രീതിയിലാണ് അദ്ദേഹം ഇടപെടുന്നത്. അത് കൊളോക്കിയൽ ലാംഗ്വേജും ഗ്രാമീണ ഭാഷയും ഒന്നുമല്ല, അടി കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. ആരെങ്കിലും ഇടയ്ക്ക് അറിയാമല്ലോ അദ്ദേഹത്തിന്റെ 1, 2, 3 പ്രസംഗം പിടിച്ച പുലിവാല്, അതേപോലെ പുലിവാല് പിടിക്കുക, പാർട്ടിയെ കൊണ്ട് പുലിവാല് പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അയാളുടെ ലക്ഷ്യം. കാരണം ഇപ്പൊ സീറ്റൊന്നും കിട്ടിയിട്ടില്ല. ഈ ടൈമിൽ സീറ്റ് കിട്ടാത്തപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് ശേഷം പ്രളയം എന്ന പോളിസിയാണ്, പരമാവധി സീറ്റുകൾ കുറയ്ക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കുമല്ലോ അയാൾ ഇങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഉടനെ ഇങ്ങനെ പറയാനുള്ള ധൈര്യം ആർക്കാണ് ഉണ്ടാകുന്നത്? അതുകൊണ്ട് ഇയാളെയൊക്കെ സമൂഹം അത് കൈകാര്യം ചെയ്യുന്ന ഒരു നാൾ വരും. അതെ, വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ പ്രതികരിച്ചതിന്.